8 ദിനരാത്രങ്ങൾ ഇറാനിൽ അമേരിക്കയുടെ തുടർച്ചയായ ആക്രമണം. 6-ാം ദിവസം ജോർദാനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ 2 സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് വാർത്ത. അമേരിക്കക്കാർ മിഡിൽ ഈസ്റ്റിലെ യാത്രയിൽ കൂടുതൽ കരുതലോടെ ഇരിക്കാൻ അമേരിക്കൻ പൗരന്മാർക്ക് അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ 8ാമത്തെ ദിവസവും അമേരിക്ക ഇറാനിലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. 8ാമത്തെ ദിവസം അമേരിക്ക നടത്തിയ ആക്രമണം ജോർദാനിലെ അമേരിക്കൻ സൈനികരെ കൊന്നതിനുള്ള പ്രതികാരമാണെന്നാണ് അമേരിക്കയുടെ സെൻകോം പറയുന്നത്. എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ഈ അമേരിക്കക്കാർക്ക്. അപ്പോൾ ഇതുവരെ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണം എന്തിനു വേണ്ടിയായിരുന്നു? ആരെ കൊന്നതിന് പകരമായിരുന്നു? അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരുന്നു. ഇസ്രായേലിലെ ചില ഘടകങ്ങൾ അമേരിക്ക ഇറാൻ ധാരണയെ തകർക്കാൻ ശ്രമിച്ചുവെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ സൂക്ഷ്മമായും വളരെ വലിയ ധനസഹായത്തോടെയും ഒരു പ്രചാരണ പരിപാടി അമേരിക്കൻ പൊതുജനാഭിപ്രായം സ്വാധീനിക്കാൻ നടന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കൻ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ സ്വാധീനമുള്ള ചിലരും ഈ പ്രചാരണത്തിന് പണം സ്വീകരിച്ചുവെന്നും അവർ തന്നെ വ്യക്തിപരമായി ആക്രമിച്ചുവെന്നും വാൻസ് ആരോപിച്ചു. അമേരിക്കക്കകത്ത് തന്നെ ഇറാനെ വേട്ടയാടാൻ പണം സ്വീകരിച്ചുകൊണ്ട് ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയുമ്പോൾ അത് ഇറാനുമായി അമേരിക്ക നടത്തുന്ന യുദ്ധം നീതിക്ക് വേണ്ടിയല്ല എന്ന സത്യം JD വാൻസ് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണ്. അതേസമയം ജോർദാനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് വളരെയധികം ഖേദമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഒരാണവ രാജ്യമായി വളരാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഇറാനിലെ ഉന്നത സൈനിക കമാൻഡറായ അലി അബ്ദുല്ലാഹി അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ ക്രൂരമായ നടപടിയോ ഇനിയും തുടർന്നാൽ ഇറാന്റെ സായുധ സേന അതിന് നിർണായകവും അതിശക്തവുമായ തിരിച്ചടി നൽകും എന്നാണ്. അതേസമയം കുവൈറ്റിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അവരുടെ പ്രധാന ഓയിൽ ഫെസിലിറ്റീസുകളിൽ ഒന്ന് തകർന്നുവെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. ഇറാൻ സൈന്യം കുവൈറ്റിലുള്ള 2 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ തങ്ങൾ വലിയ തോതിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി അവകാശപ്പെടുന്നു. ഇറാന്റെ സർക്കാർ ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ ഇറാൻ സൈന്യം പറഞ്ഞത് അവരുടെ വിനാശകാരികളായ ഡ്രോണുകൾ കുവൈറ്റിലെ കേമൽ അതിരിയിലെ ഒരു വെടിക്കോപ്പ് ശേഖരം ആക്രമിച്ചുവെന്നും അലി അൽ സലേം വ്യോമതാവളത്തിലെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ റഡാറുകളും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നുമാണ് അവകാശപ്പെടുന്നത്. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി പറയുന്നത് ഇറാന്റെ ഖൊഷം ദ്വീപിൽ അമേരിക്ക പുതുതായി 2 ആക്രമണം കൂടി നടത്തിയെന്നാണ്. കൂടാതെ ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ ഖുസസ്താൻ പ്രവിശ്യയിലെ ഷാജഹാൻ നഗരത്തിന് സമീപമുള്ള ഒരു സ്ഥലത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതായും തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ ഹോർമൂസിനോട് ചേർന്നുള്ള ഖൊഷം, സിരിഖ്, ക്വിഷ്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിലെല്ലാം അമേരിക്ക ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടെന്നും 500-ലധികം പേർക്ക് പരിക്ക് പറ്റിയെന്നുമാണ് റിപ്പോർട്ട്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ, പാലങ്ങൾ, ജലശുദ്ധീകരണശാലകൾ എന്നിവയാണ് അമേരിക്ക ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.